അനു, ഈ അടുത്ത കാലത്തായി നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ യുവതലമുറ ഈ ലഹരിക്ക് അടിമപ്പെട്ട് ബോധമില്ലാതെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കൃത്യങ്ങളുടെ എണ്ണം, അതിൻ്റെ ഗൗരവമൊക്കെ വളരെയധികം കൂടുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇത് ഈ ലഹരി അതീവ സുഗമമായി നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവൊക്കെ നമുക്കറിയാവുന്നതാണ്. നിരന്തരമായിട്ട് ഈ ലഹരി പിടികൂടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത്? അതിന് സംസ്ഥാനം അങ്ങേയറ്റം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് യുവതലമുറ അങ്ങനെ പോകുന്നതിൻ്റെയും കാഴ്ചകളും വാർത്തകളുമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ വാർത്താ ചാനലുകളുടെ നമ്മുടെ സ്ക്രീനുകളിൽ തെളിയുന്നത്. ലഹരി അടിമപ്പെട്ട് ഉമ്മയെ കൊല്ലുന്ന മകൻ, അച്ഛനെ കൊല്ലുന്ന മകൻ, സുഹൃത്തിനെ കൊല്ലുന്ന പോലീസുകാരൻ, ഇങ്ങനെ നിരവധി വാർത്തകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇവിടെ ഒരു കണക്ക് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. 2016 സംസ്ഥാനത്ത് NDPS, അതായത് സിന്തറ്റിക് ഡ്രഗ് അല്ലെങ്കിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള അതീവ മാരകമായ ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം അത് 5924ആണ്. 2016 ഈ 2024 നവംബർ വരെ, അതായത് ഈ കഴിഞ്ഞ വർഷം 11 മാസം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 26,619 എന്നാണ്. ക്ഷമിക്കണം, 24,854. ഏകദേശം 5 ഇരട്ടി കേസുകളാണ് 2016 നിന്നും 2024 എത്തുമ്പോൾ സംസ്ഥാനത്ത് ഈ NDPS ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കണക്ക്, ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ കൂടെ നമുക്ക് ഇത് 2016 മുതൽ 2024 വരെയുടെ കണക്കുകൾ 2016 5924 ആയിരുന്നെങ്കിൽ 2017 അത് 9244 ഉയർന്നു. അതിനുശേഷം 8724 കുറഞ്ഞിട്ടുണ്ട്. തൊട്ട് അടുത്ത വർഷം 9245. അതിങ്ങനെ പോയി കഴിഞ്ഞ 3 വർഷങ്ങളിലേക്ക് എത്തുമ്പോൾ 2022 അത് 26,619 ആകുന്നു. 2023 30,697 എന്ന ഏറ്റവും ഉയർന്ന കണക്കിലേക്ക് എത്തുന്നു. 2024 24,854 എന്ന് പറയുന്ന കണക്കിലേക്ക് എത്തുന്നു. അവിടെ ഡിസംബർ മാസത്തെ കണക്ക് കൂടെ വരാനുണ്ട്. ഇതാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം പറയുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന കണക്കുകളിൽ നിന്ന് 5-6 ഇരട്ടി കേസുകളാണ് സംസ്ഥാനത്ത് NDPS ആക്ടിൽ വരുന്നത്. ഇവിടെ അതിനു മുന്നോടിയായി നമുക്ക് മറ്റൊരു കാര്യം കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. 2023 സംസ്ഥാന എക്സൈസ് വകുപ്പ് ഈ കുട്ടികളിലുള്ള ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു സർവേ നടത്തിയിരുന്നു. ഈ സർവേയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ കേസുകളൊക്കെ തന്നെ, അതായത് ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ ആദ്യം ഈ മദ്യമോ അല്ലെങ്കിൽ പുകയിലയോ ആണ് ഒരു തുടക്കമെന്ന രീതിയിൽ ഈ ലഹരിയായി ഉപയോഗിക്കുന്നത്. പക്ഷെ പിന്നീട് ഈ കുട്ടികൾ MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ഡ്രഗുകളിലേക്കും കഞ്ചാവ് ഉൾപ്പെടെയുള്ള അതീവ ലഹരി മരുന്ന് ഉപയോഗത്തിലേക്കും ഒക്കെ പോകുന്നു. ഈ പോകുന്നതിനും ഇതിൻ്റെ ഈ ലഭ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. നമുക്ക് സംസ്ഥാനത്തേക്ക് ഈ സിന്തറ്റിക് ഡ്രഗുകൾ എത്തുന്നത് പ്രധാനമായും ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നാണ്. ഈ ബാംഗ്ലൂരിൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ സിന്തറ്റിക് ഡ്രഗുകൾ ഈ ബാംഗ്ലൂരിൽ ഉണ്ടാക്കുന്നത്. ഈ MDMA പോലെയുള്ള ഡ്രഗുകൾ ഉണ്ടാക്കുന്നതിന് കുക്കിംഗ് എന്നാണ് ഇവരുടെ ഈ ഭാഷയിൽ പറയുന്നത്. അങ്ങനെ ഈ കുക്ക് ചെയ്യുന്നതിന് വേണ്ടി ആഫ്രിക്കയിൽ നിന്നുള്ള ആളുകൾ ഈ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് എത്തുന്നു. ബാംഗ്ലൂരും ഗോവയിലുമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഈ സിന്തറ്റിക് ഡ്രഗുകൾ ഉണ്ടാക്കുന്നത്. അവിടെ നിന്നും ഇത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇത് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അതായത് 1 ഗ്രാമോ അല്ലെങ്കിൽ അങ്ങനെ വളരെ കുറഞ്ഞ ഗ്രാമുകളിൽ ഇത് വളരെ ഒളിച്ചു കൊണ്ടു കിടക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഈ പെൺകുട്ടികളടക്കം എക്സൈസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ സംസ്ഥാനത്തേക്ക് സിന്തറ്റിക് ഡ്രഗുകൾ എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാന കാരിയറുകളായി പ്രവർത്തിക്കുന്നത് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ്. കാരണം ഈ കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കും. ഈ അടിവസ്ത്രത്തിലേക്ക് തന്നെ വളരെ ഉയർന്ന ഗ്രാമിൽ ഈ ഡ്രഗുകൾ കടത്താൻ വേണ്ടി കഴിയും. ഇതിൻ്റെ പരിശോധന ഈ പിടിച്ചെടുക്കുന്നതൊക്കെ വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കുന്നുള്ളൂ. കാരണം ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഈ കൂടെ നിന്നുള്ള ആൾക്കാരുടെ ചതിയോ ഒറ്റോ ഒക്കെ വരുമ്പോൾ മാത്രമാണ് പിടികൂടാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം വളരെ കുറഞ്ഞ അളവിൽ ഒരു കൈക്കുള്ളിൽ തന്നെ വളരെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഈ സിന്തറ്റിക് ഡ്രഗുകൾ കഴിയും. മാത്രമല്ല ഇതിൻ്റെ ഉപയോഗം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറത്തെ മദ്യ ഉപയോഗം
ആളുകളെ അബോധാവസ്ഥയിലേക്ക് മാറ്റുന്നു, അല്ലാത്ത രീതിയിൽ നാക്ക് കുഴയുന്നു, അല്ലെങ്കിൽ വീണ് കിടക്കുന്നു എന്ന ഈ അവസ്ഥയിലേക്കൊക്കെ മദ്യം ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗം മാറ്റുന്നതെങ്കിൽ ഈ സിന്തറ്റിക് ഡ്രഗിൻ്റെ ഉപയോഗം കൂടുതൽ ആളുകളെ എനർജറ്റിക് ആക്കുകയാണ്. അതായത് ഈ പാർട്ടി ഡ്രഗ് എന്ന് ഈ MDMA പറയുന്നതിൻ്റെ കാരണം പോലും ഇത് കൂടുതൽ എനർജിയായി, കൂടുതൽ സമയം വളരെ ആക്റ്റീവായി ഓണായി നിൽക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗുകൾ. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊരു പരിധിക്കപ്പുറം ഒരാൾ ഇപ്പോൾ ഒരു ഉത്സവം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റ് നടക്കുന്നു, അല്ലെങ്കിൽ DJ പാർട്ടി നടക്കുന്നു, അവിടങ്ങളിൽ ഒരാൾ ഏറ്റവും കൂടുതൽ നന്നായി ആസ്വദിക്കുകയും ഡാൻസ് കളിക്കുകയും ചെയ്താൽ ഇത് ലഹരി ഉപയോഗമാണെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥരെ അടക്കം കുഴപ്പിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല ഇതിൻ്റെ ഒരു അതിഭീകരമായ ഇതിൻ്റെ ഒരു വിപണന സാധ്യതയാണ്. കാരണം 1 കിലോ MDMAക്ക് ഈ പാർട്ടി, അതായത് ന്യൂ ഇയർ അങ്ങനെയുള്ള ഇടങ്ങളിൽ 4 കോടി രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ വിൽപ്പന നടക്കുന്നത്. അതായത് വളരെ ഉയർന്ന പണം കൈമാറ്റം, വളരെ ഉയർന്ന രീതിയിലുള്ള ഈ ലഹരി ഉപയോഗമൊക്കെയാണ് ഈ സിന്തറ്റിക് ഡ്രഗുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതായത് ഈ പാർട്ടികളിൽ ആദ്യം ഒരു ഗ്രാമിന് ഇത്ര പൈസ, ഒരു 5000 രൂപ അല്ലെങ്കിൽ 6000 രൂപ എന്ന് പറയുന്ന ഈ ലഹരി ഈ പാർട്ടിയുടെ ഏറ്റവും പീക്കിലേക്കൊക്കെ എത്തുമ്പോൾ 10,000-നും അല്ലെങ്കിൽ അതിന് മുകളിൽ ഉയർന്ന വിലയ്ക്കൊക്കെയാണ് വിൽക്കുന്നത്. അതായത് മോഹവിലയാണ് ആ സമയത്ത് നൽകുന്നത്. ഈ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ ജോലികളൊക്കെ ചെയ്യുന്ന, കൂടുതൽ പണം കൈകിലെത്തുന്ന യുവാക്കളാകട്ടെ, അവർ അന്ന് ആ സമയത്ത് പറയുന്ന പണം കൊടുത്ത് ഈ ലഹരി വാങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ MDMA ഉൾപ്പെടെയുള്ള ഈ സിന്തറ്റിക് ലഹരി ഏറ്റവും കൂടുതൽ യുവാക്കളിലേക്ക് എത്തുന്നത്. കാരണം ഇത് പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കൈമാറ്റം ചെയ്യുന്നതും അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് ഈ ഒക്കെ വലിയ എളുപ്പമുള്ള കാര്യവുമാണ്. ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് വലിയ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികൾ അടക്കം ഊർജിതമായി നടക്കുമ്പോഴും സംസ്ഥാനത്ത് ലഹരി ഉപയോഗം നമ്മുടെ യുവതലമുറയിൽ അതീവ ഗുരുതരമായി കൂടുകയാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പരിണതഫലം. ഏറ്റവും ഒടുവിൽ അമ്മയെ കൊല്ലുന്ന മകൻ്റെ ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നതിലാണ് VS അനുവാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.